പാലക്കാട് ജില്ലയിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലം മീങ്കര ഡാം. മീങ്കര ഡാമിന്റെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം ഈ ഒരു വീഡിയോയിലൂടെ. കൃഷിയും കൃഷി അനുബന്ധ പ്രവൃത്തിയും ഒരു പ്രധാന തൊഴിലായതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ അണക്കെട്ടുകൾ കൊണ്ട് സമൃദ്ധമാണ് പാലക്കാട് ജില്ല. അതിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാമാണ് മീങ്കര ഡാം. സന്ദർശകർ അധികം എത്താത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ടിവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ അവശേഷിപ്പുകൾ കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡാമാണ് ഇത്. 1 കിലോമീറ്റർ നീളമുണ്ട് ഈ ഒരു ഡാമിന്. മുതലമട ഗ്രാമപഞ്ചായത്തിലെ മുതലമടയിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ കൈവഴിയായ മീങ്കരപ്പുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 1964 ഈ ഡാം നിർമ്മിച്ചത്. പ്രകൃതി ഭംഗിയാൽ മനോഹരമാണ് ഈ സ്ഥലം. ഇവിടെ നിന്ന് പശ്ചിമഘട്ട മലനിരകൾ കാണാം. അതുപോലെ തന്നെ പാലക്കാടിന്റെ മുഖമുദ്രയായ കരിമ്പന കൂട്ടങ്ങളും ഇവിടെയുണ്ട്. ഡാമിന് തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രവും ആൽമരവും കാണാം. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിനടുത്ത് ആരോ കുറച്ച് നായക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ പലതും ഓടി ഒളിച്ചു. ചിലതൊക്കെ ഞങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വന്നതാണ് എന്ന് കരുതി കുരയ്ക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഡാമിന്റെ വിശേഷത്തിലേക്ക് വരാം. ഇവിടെ നിന്ന് മണ്ണ് ഖനനം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനുള്ള യന്ത്രസാമഗ്രികൾ ഇവിടെ കാണാം. തൊട്ടടുത്ത് തന്നെ കുന്നുകൾ പോലെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതും കാണാം. മണ്ണാണോ മണലാണോ എന്ന് സംശയമുണ്ട്. ഈ ഒരു ബോർഡ് കണ്ടതുകൊണ്ടാണ് മണ്ണ് എന്ന് പറഞ്ഞത്. പല വശങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഡാം കാണാൻ സാധിക്കും. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് കാണാം. വേനൽക്കാലമാണെങ്കിലും ഡാമിൽ അത്യാവശ്യം വെള്ളമൊക്കെയുണ്ട്. പാലക്കാട് ജില്ല സന്ദർശിക്കുമ്പോൾ ഈ ഡാം കൂടെ കാണാൻ മറക്കല്ലേ. മനോഹരമായ നെൽപ്പാടങ്ങളും തമിഴ്നാട്ടിലേതുപോലെയുള്ള ചെറിയ ക്ഷേത്രങ്ങളും കടന്നു വേണം ഈ ഒരു ഡാമിലേക്ക് എത്താൻ. വരുമ്പോൾ രാവിലെയോ വൈകുന്നേരമോ വരിക. ഉച്ചയ്ക്ക് നല്ല വെയിലാകും. അത് ചിലപ്പോൾ നിങ്ങളെ മടുപ്പിക്കും. രാത്രി നേരങ്ങളിൽ ചിലപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയവും ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യണേ.